നമസ്കാരം. റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വന്തം. ISLൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FCക്കെതിരെ കളിക്കുകയാണല്ലോ. ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ 3 മത്സരങ്ങൾ വിജയിക്കുക, നല്ല രൂപത്തിൽ സീസൺ അവസാനിപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ കളിക്ക് ഇറങ്ങുമ്പോൾ ആരൊക്കെ പ്ലേയിങ് ലെവലിലുണ്ടാകും, ആ കാര്യത്തിൽ ഒരല്പം വ്യക്തത കുറവുണ്ട്. കാരണം ചില താരങ്ങളുടെ പരിക്കും മറ്റുമൊക്കെ ആയിട്ട് കൺഫ്യൂസ്ഡ് ആണ് എല്ലാ ആരാധകരും. ഇപ്പോൾ ഹീസസ് ഹിമനസിന് ഹാംസ്ട്രിങ് ഇഞ്ചുറിയുടെ പ്രശ്നമുണ്ട് എന്നിന്നലെ വാർത്ത വന്നിരുന്നല്ലോ. അതിലൊരു വ്യക്തത ഇപ്പോഴും ക്ലബിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. നോഹ് സദോയുടെ കാര്യത്തിൽ ഇന്നലെ കോച്ച് പറഞ്ഞത് നോഹ് ഇപ്പോഴും റീഹാബിലിറ്റേഷൻ പ്രോസസ്സിലാണ് ഉള്ളത്, അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ മെഡിക്കൽ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്ന്. അപ്പോൾ ആ കാര്യത്തിലും വ്യക്തതയില്ല. അദ്ദേഹം ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആണ് നടത്തിയത് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പം ആ 2 താരങ്ങളില്ലെങ്കിൽ പിന്നെ വിദേശ താരങ്ങൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 4 പേരെയും ഇറക്കിയാൽ ലൂണയും പെപ്രയും ലഗാത്തോറും മിലോസും ഒരുമിച്ചിറങ്ങും എന്ന് വേണം കരുതാൻ. വിദേശ താരങ്ങളുടെ റോള് അവരായിരിക്കും കൈകാര്യം ചെയ്യാൻ. ഈ 4 പേരേ ഉള്ളൂല്ലോ, അപ്പോൾ അവരിറങ്ങും. അപ്പോൾ പിന്നെ മറ്റ് പൊസിഷനുകളിലൊക്കെ ആരൊക്കെയായിരിക്കും എന്നുള്ളത് കൂടി നോക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് 11 ഏതാണ്ടൊരു അൺപ്രഡിക്റ്റബിളാണ്. അപ്പോൾ സച്ചിൻ്റെ കാര്യത്തിൽ പരിക്ക് എങ്ങനെയാണ് എന്നുള്ളതിൽ വ്യക്തത ഇനിയും വന്നിട്ടില്ല. അതുപോലെ തന്നെ അമാവിയ, ഐബൻ ഇങ്ങനെയുള്ള താരങ്ങളുടെ കാര്യത്തിലൊക്കെ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു 11 നമ്മൾ നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് കമാൽജീത്ത്, അപ്പോൾ സെൻറ്റർ ബാക്കുമാരായിട്ട് മിലോസും ഹോർമിയും ഇറങ്ങും എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഇരു പാർശ്വങ്ങളിലായിട്ട് നവോച്ചയും സന്ദീപുമായിരിക്കും ഉണ്ടാവുക. മധ്യനിരയിൽ വിപിനും ലഗാത്തോറും. മുന്നേറ്റങ്ങളെ സഹായിക്കാൻ കോറുവും ഐമനും ഇരു പാർശ്വങ്ങളിൽ വരുമ്പോൾ ലൂണ മുന്നേറ്റങ്ങൾ മെനയാൻ മധ്യത്തിലുണ്ടാകും. സ്ട്രൈക്കറായിട്ട് കോമ പെപ്ര. ഇങ്ങനെയുള്ള ഒരു ലൈനപ്പാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല 2 സ്ട്രൈക്കർമാരെ വെച്ച് കളിക്കുകയാണെങ്കിൽ പെപ്രക്കൊപ്പം പണ്ഡിതയെ ഇറക്കുമോ എന്നുള്ളൊരു ചോദ്യവുമുണ്ട്. അത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇഷാൻ പണ്ഡിതക്കൊക്കെ ഇനി അവസരം കൊടുക്കണം. കാരണം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷകളും നേട്ടങ്ങളും ഒന്നും ഈ ഒരു സീസണിൽ നിന്ന് ഉണ്ടാക്കാനില്ല. അപ്പോൾ ഇഷാൻ പണ്ഡിതയെ പോലുള്ള ടാലൻറ്റഡ് പ്ലേയേഴ്സിനെയൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും എന്ത് സംഭവിക്കുന്നത് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ, നല്ല രൂപത്തിൽ സീസൺ അവസാനിപ്പിക്കാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.